ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. US ബേസ്ഡ് ആയ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കും അതുപോലെ റിസർച്ച് ഫേമുമായിട്ടുള്ള ജെഫ്രീസിൻ്റെ ഇക്വിറ്റി സ്ട്രാറ്റജി ഗ്ലോബൽ ഹെഡായിട്ടുള്ള ക്രിസ്റ്റഫർ വുഡ് അഥവാ ക്രിസ് വുഡ് എന്നറിയപ്പെടുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം അവരുടെ ജേണലായിട്ടുള്ള ഗ്രീഡ് ആൻഡ് ഫിയറിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം US സ്റ്റോക്കുകൾ ഇപ്പോൾ ലോവർ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 19.2 എന്നുള്ള PE മൾട്ടിപ്പിൾസാണ് നമുക്ക് കാണാൻ കഴിയുക. അത് ഇന്ത്യയേക്കാൾ യഥാർത്ഥത്തിൽ വാല്യുവേഷൻ കുറവാണ്. എങ്കിൽ പോലും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ US മാർക്കറ്റിലുള്ള പൊസിഷൻസ് കുറച്ചു കൊണ്ടുവരികയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആ ഫണ്ട് യൂറോപ്പിലേക്കും അതുപോലെ ചൈന, ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മാറ്റുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. കൂടുതലായിട്ട് പറയുന്ന മറ്റൊരു കാര്യം, നിലവിൽ US മാർക്കറ്റ് ക്രൈസിസിൽ യഥാർത്ഥത്തിൽ ബോണ്ടും ഡോളറും ശക്തമാകേണ്ടതാണ്. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ .com ബബിളിൻ്റെ കാലഘട്ടത്തിൽ മാർക്കറ്റ് ക്രാഷ് ആയപ്പോൾ ഈ ഒരു സേഫ് ഹെവണായിട്ടുള്ളത് ഈ ബോണ്ടും ഡോളറൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ 2008 ലീമാൻ കൊളാപ്സിൻ്റെ സമയത്തും ബോണ്ടും ഡോളറുമാണ് ഏറ്റവും സേഫ് ഹെവണായിട്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ടൊക്കെ മാറ്റിയത്. അതേപോലെ COVID-20 ക്രാഷിലും ഇതേപോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നത് ഈ ഒരു മാർക്കറ്റ് ക്രൈസിസിൽ ബോണ്ടിനെയും ഡോളറിനെയും ആളുകൾ കൈവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഡോളർ കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ പ്രൊഫഷണൽ ലൈഫിൽ ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസമാണെന്നാണ്. അപ്പോൾ ഇതൊരു റിസഷനിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഗ്രീഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആയിട്ടുള്ള ഏഷ്യ പസഫിക് ജപ്പാൻ റിലേറ്റീവ് റിട്ടേൺ പോർട്ട്ഫോളിയോ, അതായത് ജപ്പാൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് അവർ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു പോർട്ട്ഫോളിയോയിൽ അവർ ഇന്ത്യയുടെ വെയിറ്റ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ 2% ഇന്ത്യയുടെ വെയിറ്റ് ഉയർത്തിയത്. അവിടെ തായ്വാൻ്റെ വെയിറ്റാണ് 2% അതിനു വേണ്ടിയിട്ട് അവർ താഴ്ത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ജെഫ്രീസിൻ്റെ ഇന്ത്യയിലെ റിസർച്ച് ഹെഡായിട്ടുള്ള മഹേഷ് നന്ദൂർക്കർ ഇന്ത്യയെ ഓവർ വെയിറ്റ് ആവാനുള്ള 5 കാരണങ്ങൾ എന്ന് പറഞ്ഞുള്ള ഒരു ഹെഡിങ്ങിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി റിപ്പോർട്ടിൽ നമുക്ക് ഈ 5 കാരണങ്ങൾ അതിനുവേണ്ടി പറയുന്നുണ്ട്. അതിലൊന്ന്, അമേരിക്ക സൈഡിൽ നിന്ന് നോക്കുമ്പോൾ US ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ട് അത് ടോട്ടൽ അമേരിക്കയുടെ എക്സ്പോർട്ടിൻ്റെ 2.3% മാത്രമാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലുള്ള എക്സ്പോർട്ട് അത് 18% ആണ്. ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 18% അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇന്ത്യയുടെ GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1.2% മാത്രമാണ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. എമേർജിംഗ് മാർക്കറ്റുകളായ കൊറിയ അവരുടെ GDPയുടെ 7% അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തായ്വാൻ ഏകദേശം 15% എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ കൊറിയയുടെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് സർപ്ലസ് 4%, തായ്വാൻ്റേത് ഏകദേശം 10%. ഇന്ത്യയുടേതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് 2.3% മാത്രം. അപ്പോൾ ഇതാണ് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർ കാണുന്നത്. കാരണം അമേരിക്ക ഈ റെസിപ്രോക്കൽ താരിഫുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ട്രേഡ് സർപ്ലസിൻ്റെ ബേസിലാണ്. അപ്പോൾ കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി താരിഫ് കുറവാണെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് 26% താരിഫാണ്. അത് ചൈനയുമായിട്ടും ഇന്തോനേഷ്യ, തായ്വാന്, കൊറിയ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇന്ത്യയിലേക്ക് അവർ ഓവർ വെയിറ്റ് നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. മറ്റൊന്ന്, ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള ക്രാഷ് അത് ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമാകുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറയുകയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ ഇനിയും താഴത്തേക്ക് വരും. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് 2% ഒരു ഇമ്പോർട്ട് ടാക്സ് ഗവൺമെൻറ് ഏർപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു 2% എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് കാരണം ഇന്ത്യയുടെ GDPയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ GDPയിൽ ഈ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇഷ്യൂസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ ഈ ഒരു ക്രൂഡ് പ്രൈസിൻ്റെ ക്രാഷ് സഹായിക്കുമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. അതുപോലെ കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസം മുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ ഇന്ത്യൻ മാർക്കറ്റ് സെല് ചെയ്തിരുന്നു. അതിൻ്റെ കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയതാണ്. അപ്പോൾ ആ ഒരു വാല്യുവേഷൻ ഇപ്പോൾ റീസണബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂട്രലും അണ്ടർ വെയ്റ്റുമായിട്ടാണ് പല ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയെ റേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനി അവർ തീർച്ചയായിട്ടും റിവൈസ് ചെയ്യും എന്നാണ് ഈ ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുകൂടെ ഏറ്റവും റീസെൻ്റായിട്ട് RBI റേറ്റ് കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള അക്കോമഡേറ്റീവ് പോളിസിയിൽ RBI ഇനിയും മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ GDP ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് സപ്പോർട്ടും നൽകുമെന്നാണ് ആ ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം
ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി ഈ ഒരു ഫിയർ ആൻഡ് ഗ്രീഡ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ കാണാൻ പറ്റി. കാരണം കഴിഞ്ഞ ആഴ്ച യഥാർത്ഥത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ട്രേഡിംഗ് ഉണ്ടായിട്ടുള്ളൂ. എങ്കിൽ പോലും അവിടെ 8,500 കോടിയോളം രൂപയുടെ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തിയതെന്നാണ് NSDLൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും നല്ല ബിസിനസ് പെർഫോമൻസും കാണിക്കുന്ന മിഡ് ക്യാപ് സ്റ്റോക്കുകളിലാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ലാർജ് ക്യാപ്പ് കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇത്തരം മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ ബുള്ളിഷ് ആകുന്നത് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഫോളിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ചില സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കുകളിൽ ഈ 2025 മാർച്ച് വരെയുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ വന്ന വർധനവ് മാത്രമല്ല, കഴിഞ്ഞ 4 ക്വാർട്ടറുകളിൽ തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് ഇനി പരാമർശിക്കുന്നത്. അതിലൊന്ന് നമ്മൾ കാണുന്നത് പ്രുഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ പ്രുഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. കാർവിയൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ, ഇൻഷുറൻസ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം തുടങ്ങിയ ഈ ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് സെക്ടറിലുള്ള എല്ലാ വാല്യൂ ചെയിനിലും ഇതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടിയാണ്. ഈ സ്റ്റോക്കിൽ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അതിവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം. ജൂൺ ക്വാർട്ടറിൽ 12% ആയിരുന്നു, സെപ്റ്റംബർ ക്വാർട്ടറിൽ 14 ആയിരുന്നു, ഡിസംബറിൽ 14.77, അതുപോലെ ഏറ്റവും ഒടുവിലത്തെ മാർച്ച് ക്വാർട്ടറിൽ നമ്മൾ കാണുന്നത് 17.63% ആയിട്ട് അത് ഉയർന്നതായിട്ട് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് പാരദീപ് ഫോസ്ഫേറ്റ് ആണ്. ഇത് ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിലുള്ള ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ കമ്പനിയാണ്. 15ഓളം സ്റ്റേറ്റുകളിലുള്ള ഏകദേശം 9 മില്യൺ കർഷകർക്ക് ഈ ഒരു ഫെർട്ടിലൈസർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. DAP അതുപോലെ MPK പോലെയുള്ള വേരിയൻസ്, അതുപോലെ നാനോ DAP, നാനോ യൂറിയ പോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് 1.90ൽ നിന്ന് തുടങ്ങിയിട്ട് 2.5 ആയിട്ട് സെപ്റ്റംബറിൽ വർദ്ധിച്ചു, ഡിസംബറിൽ അത് 5.4 ആയി, ഇപ്പോൾ ഒടുവിൽ മാർച്ചിൽ നമ്മൾ കാണുന്നത് 7.17% ആണ്. അടുത്തൊരു സ്റ്റോക്ക് മിഡ് ക്യാപ്പിൽ നമ്മൾ കാണുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് വർദ്ധിച്ചത് TD പവർ സിസ്റ്റംസ് ആണ്. AC ജനറേറ്ററുകളുടെയും മോട്ടോറുകളുടെയും ഒരു പ്രധാനപ്പെട്ട മാനുഫാക്ചേഴ്സാണ് ഇവർ. അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ പവർ പ്ലാന്റുകളിലും അതുപോലെ മറ്റ് ഇൻഡസ്ട്രികളിലും അപ്ലൈ ചെയ്യുന്ന ഈ ഒരു AC ജനറേറ്റേഴ്സാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ AC ജനറേറ്ററാണ് അവരുടെ 63% റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 14.84% ആയിരുന്നു ജൂൺ ക്വാർട്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ്. അത് 16.24 ഉയർന്നു, പിന്നെ 17.79 ഉയർന്നു. ഇപ്പോൾ ഒടുവിൽ മാർച്ചിൽ കാണുന്നത് 19.12% ആണ്. മറ്റൊരു സ്റ്റോക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് വേൾപൂൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റുള്ള സ്റ്റോക്കാണ്. ഹോം അപ്ലയൻസ് സ്പേസിൽ ഉള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. കാരണം ഇവരുടെ പാരൻറ്റ് കമ്പനി വേൾപൂൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്പനിയാണ്. പല റേഞ്ചിലുള്ള റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീൻസ്, എയർ കണ്ടീഷണേഴ്സ്, മൈക്രോവേവ് ഓവൻസ്, അതുപോലെ മറ്റ് കിച്ചൺ അപ്ലയൻസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു കമ്പനിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളർന്നു വരുന്നതായിട്ട് കാണാം. 8.93% ഉണ്ടായിരുന്ന ഹോൾഡിങ് 9.48 ആയിട്ട് വർദ്ധിച്ചു, പിന്നെ 9.7 ആയിട്ട് വർദ്ധിച്ചു. ഏറ്റവും ഒടുവിൽ മാർച്ച് ക്വാർട്ടറിൽ നമ്മൾ കാണുന്നത് 10.72% ആണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്ന സ്റ്റോക്ക് എൻഡ്രൻസ് ടെക്നോളജീസ് ആണ്. ഇതൊരു ഓട്ടോ കമ്പോണൻറ്റ് മാനുഫാക്ചറാണ്. പ്രത്യേകിച്ച് EV സെഗ്മെൻറ്റിലാണ് ഇവരുടെ പ്രൊഡക്റ്റ് പ്രധാനമായിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയം ഡൈകാസ്റ്റിംഗ്, സസ്പെൻഷൻസ്, ട്രാൻസ്മിഷൻസ്, ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ്, എംബഡൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെയുള്ള ഒരു പ്രൊഡക്റ്റ് റേഞ്ചാണ് ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ നമ്മൾ കാണുക. ഇപ്പോൾ 2024 ജൂൺ ക്വാർട്ടറിൽ 8.67% ഉണ്ടായിരുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പിന്നീട് ഓരോ ക്വാർട്ടറിലും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. 9.53, 11.50, ഏറ്റവും ഒടുവിൽ 12.37% ആയിട്ട് അത് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്ലോബൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ലാർജ് ക്യാപ് സ്പേസ് കടന്നുകൊണ്ട് മിഡ് ക്യാപ്പിലേക്ക് തിരിയുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ സ്റ്റോക്കുകളിൽ കാണാൻ കഴിയും.
എന്നാൽ അവർ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ഓപ്പറേഷണൽ റിസൈലൻസ് ഉള്ള നല്ല ശക്തമായ ബിസിനസ്സുള്ള സ്റ്റോക്കുകളെയാണ് അവർ പിക്ക് ചെയ്യുന്നത്. കൂടാതെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗ്രോത്ത് ഇനീഷ്യേറ്റീവ് ഉള്ളതും അതുപോലെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നതുമായ സ്റ്റോക്കുകളെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്കുകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ചാലഞ്ചുകൾ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. അതുപോലെ റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നമ്മൾ പരിശോധിക്കണം. അതേപോലെ മാക്രോ എക്കണോമിക് ഷിഫ്റ്റ് വേൾഡ് വൈഡ് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ട് എന്നും കൂടി നമ്മൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. കൂടാതെ കമ്പനികളുടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ലാത്ത കമ്പനികളാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഓഡിറ്റ് റിപ്പോർട്ടുകൾ, അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും റീഡ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ മാർക്കറ്റ് നോളജ് വർദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.